ഹായ്, വെൽക്കം ടു ഗോൾഡൻ വീൽസ്. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഹൈറൈഡിൻ്റെ എസ് ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. എസ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എൻട്രി ലെവൽ ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. കാറിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എടുത്താൽ നമുക്ക് ആ ബോണറ്റിൽ ഒരു ഹൈറൈഡ് എന്നുള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതല്ലാതെ ട്വിൻ LED DRLസും അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സുമായിട്ടാണ് ആ ഒരു LED വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ ബൈഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ ബമ്പറിൻ്റെ ലോവർ പോർഷനിൽ ഒരു സിൽവർ ഗ്രേ കോട്ടിംഗ് ഉള്ളൊരു എലമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ലുക്കിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതല്ലാതെ അവിടെ കാണുന്ന ക്രോം എലമെൻറ്റ്, ഹെഡ്ലൈറ്റിന് അവിടെ കാണുന്ന ക്രോം എലമെൻറ്റ് അതും ഇൻബിൽട്ടാണ് വരുന്നത്. അതല്ലാതെ നമ്മൾ ആ ഒരു ഗ്രില്ല് വരുന്നത് പിയാനോ ബ്ലാക്ക് ടൈപ്പ്, മെഷ് ടൈപ്പ് പിയാനോ ബ്ലാക്ക് ഒരു ഗ്രില്ലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ആ ഒരു ഫ്രണ്ടിലെ ലുക്ക് കൂട്ടുന്നൊരു സംഭവം. ഇതൊക്കെയാണ് ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ഡിസൈൻ. ഇനി എൻജിൻ റൂമിലേക്ക് പോയാൽ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻസുലേഷൻ കാണാൻ പറ്റും. പക്ഷേ ആ ഇൻസുലേഷൻ്റെ ആവശ്യമില്ല, അത്രത്തോളം സൈലൻ്റ് ആണ് കാറ്. അതല്ലാതെ നമുക്കിവിടെ 1.5 ലിറ്റർ ഒരു എഞ്ചിനും വരുന്നുണ്ട്. അതുപോലെ AC സിങ്ക്രണസ് മോട്ടറുമാണ് വരുന്നത്. ഈ രണ്ടിൻ്റെ കമ്പൈൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 115 PS ആണ് പവർ വരുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ അത്രത്തോളം ട്രാഫിക് ഉള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മോട്ടറിലാണ് ഡ്രൈവ് ചെയ്യുന്നത്, വിച്ച് ഈസ് പവർഡ് ബൈ എ ബാറ്ററി. സോ അത്രത്തോളം നമുക്ക് അവിടെയാണ് ഈ മൈലേജിൻ്റെ ഒരു ലാഭം വരുന്നത്. നല്ല രീതിയിൽ ഓട്ടം കൂടുതലുള്ളവർക്ക് പറ്റിയൊരു കാറാണ് ഈ ഒരു ഹൈബ്രിഡ് വേരിയൻറ്റ്. ഇലക്ട്രിക് വെഹിക്കിളിനൊക്കെ അപേക്ഷിച്ച് ഒരു റീസെയിൽ വാല്യൂ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാറിൻ്റെ ഒരു ലെങ്ത് വരുന്നത് 4365 mm ആണ്. അതുപോലെ വിഡ്ത്ത് 1795, ഹൈറ്റ് വരുന്നത് 1635 mm ആണ്. നമുക്കൊരു വീൽ ബേസ് എടുത്താൽ ഒരു 2600 ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. അപ്പോൾ വീൽ ബേസ് അത്യാവശ്യം നല്ല അകത്ത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാറിൻ്റെ ടയർ പ്രൊഫൈൽ വരുമ്പോൾ 17 ഇഞ്ച് ടയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീൽ ക്യാപ്പും വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാർ തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ. അതുപോലെ വീലും വീലാർച്ചും തമ്മിലുള്ള ഗ്യാപ്പ്, നല്ലൊരു ഗ്യാപ്പുണ്ട്. അതുപോലെ വെയിറ്റ് ഉള്ള കാര്യങ്ങളും എല്ലാം ആ ഒരു സസ്പെൻഷന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഉള്ള കാര്യങ്ങളെല്ലാം ബാക്കിൽ വന്നാൽ പോലും നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ടും ഈ ഒരു സസ്പെൻഷൻ ട്രാവൽ ചെയ്യണതുകൊണ്ടും തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും പുറകിലിരിക്കാനും അതുപോലെ ലഗേജസ് കൊണ്ടുപോകാനും. ഡോർ ബീഡിങ്സും ഫുട് സ്റ്റെപ്പും അത് ആക്സസറി ആയിട്ടാണ് വരുന്നത്. പാസീവ് എൻട്രി രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ORMസിൽ. അതുപോലെ ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. ഹൈബ്രിഡ് വേരിയൻ്റ് ബേസ് വേരിയൻ്റ് ആണ് ഇത് പറയുന്നത്. അതുപോലെ ഫെൻഡറിൽ ഒരു ആക്സസറി ഫിറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഡോർ വൈസറും ഇതും ആക്സസറി ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് ആ ഒരു സൈഡ് പ്രൊഫൈലിൽ വരുന്ന വിശേഷം. ഇനി റെയർ പ്രൊഫൈലിലേക്ക് വന്നാൽ ഒരുപാട് ആക്സസറീസ് ഫിറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ പാർട്സും ഉണ്ട്. ആ എംബ്ലോക്ക് വെച്ചേക്കുന്ന ആ ഭാഗത്ത് വരുന്നൊരു പാർട്ടായിട്ട് വരുന്നേക്കുന്നതാണ്. അതല്ലാതെ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഷാർക്ക് ഫിൻ ടൈപ്പ് ആൻറ്റിന, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഡീഫോഗർ ലൈൻസ് വരുന്നുണ്ട്. കാര്യം ഡീഫോഗർ ലൈൻസ് വരുന്നുണ്ട്, പക്ഷേ വൈപ്പർ ഇല്ല, വാഷറും വൈപ്പറും വരുന്നില്ല. അതല്ലാതെ ആ ഒരു C ടൈപ്പ് LED ടെയിൽ ലാംപ്സ്, അത് 2 C ടൈപ്പ് LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. നല്ല രീതിയിലുള്ള ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിന് താഴെ വരുന്ന ഒരു ക്രോം, അതും ആക്സസറി ആയിട്ടാണ് ഫിറ്റ്മെൻറ്റ് വരുന്നത്. അതല്ലാതെ നമുക്ക് ഈ ഒരു റെയർ പോർഷനിൽ എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതുപോലെ 4 സെൻസറും വരുന്നുണ്ട്. അതുമല്ലാതെ നമുക്ക് ആ ബമ്പറിന് താഴെ വരുന്ന ആ പോർഷൻ, അവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് ടൈപ്പ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. അതും ആക്സസറി ആയിട്ടാണ് ഫിറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അർബൻ ക്രൂസർ ഹൈറൈഡ് എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇനി ബൂട്ടിലേക്ക് കടന്നാൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ബൂട്ട് സ്പേസ് കുറവാണ്. ഈ ഒരു ക്യാമറ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറയും വരുന്നുണ്ട് ഈ സെഗ്മെൻറ്റിൽ. അതല്ലാതെ ബൂട്ടിലേക്ക് കിടന്ന ബൂട്ട് സ്പേസ് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോറി, ബൂട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പരിപാടി കാണാൻ. കാര്യം ബൂട്ട് സ്പേസ് നമുക്ക് നിയോ ഡ്രൈവിൽ വരുമ്പോൾ ബൂട്ട് സ്പേസ് കൂടുതലാണ്. ഇതിലൊരു ബാറ്ററി പാക്ക് വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് അതുപോലെ ടയറും മുകളിലാണ് വെച്ചിരിക്കുന്നത്. ടയർ വയ്ക്കാനുള്ള പ്രൊവിഷൻ താഴെയാണ് വരുന്നത്. അത് തൽക്കാലം മുകളിൽ വെച്ചേക്കുന്നതാണ്. അവിടെ മാറ്റ് കാണുന്നുണ്ട്. ആ മാറ്റും ആക്സസറി ഫിറ്റ്മെൻ്റ് ആയിട്ട് വന്നേക്കുന്നതാണ്. ചെറിയൊരു ഗ്യാപ്പ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറിയ സംഭവങ്ങളുണ്ടെങ്കിൽ ആ സൈഡിൽ അകത്ത് വയ്ക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റെയർ പോർഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതല്ലാതെ നമുക്ക്
ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു മോഡലിൽ തന്നെ വരുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് കടന്നാൽ ഒരു ക്വാളിറ്റി ഉള്ള ഈ ഫാബ്രിക് സീറ്റ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റയറിൽ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നീറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വരുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നിരിക്കുന്നത്. അതുപോലെ റയറിൽ AC വെൻസ് വരുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല, കാര്യം മിഡിലിൽ ചെറിയൊരു ടണൽ ഹൈറ്റ് ഉണ്ട്. 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. 3 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ അതല്ലാതെ റയറിൽ AC വെൻസ് വരുന്നുണ്ട്. 2 ഡോറിലും 2 സീറ്റ്സിലും പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മാഗസിൻ ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ 60-40 സ്പ്ലിറ്റ് ഫോൾഡബിൾ സീറ്റ്സാണ് വരുന്നത്. ഹെഡ് റെസ്റ്റ് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് വരുന്നത്. നോർമൽ രീതിയിൽ നമുക്ക് ബാക്കിൽ വരുമ്പോഴത്തേക്കും 2 ഹെഡ് റെസ്റ്റ് ഒക്കെ കാണാറുള്ളൂ, 3ാമത് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രൊവിഷനുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീൽസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെ സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഫോൺ കൺട്രോൾസും ബാക്കി കാര്യങ്ങളെല്ലാം ആ സ്റ്റിയറിംഗ് തന്നെ വരുന്നുണ്ട്. പക്ഷേ സ്പോർട്ടി സ്റ്റിയറിംഗ് ആയിരിക്കത്തില്ല, നോർമൽ വരുന്നൊരു ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 7 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 സ്പീക്കേഴ്സും വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് TFT 7 ഇഞ്ച് മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. നമുക്ക് ബേസ് വേരിയൻറ്റ് വിട്ടതാണ്. അതല്ലാതെ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു വുഡൻ പാനലിങ് കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ ആയിട്ടുള്ള ആക്സസറീസ് ആയിട്ടാണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് വരുന്നൊരു ഡാഷ്ബോർഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലീനും നീറ്റും ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളുമാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ റീഡിംഗ് ലാംപ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. മാനുവൽ IRVM ആണ് വരുന്നത്. മിററും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് വരുന്നില്ല, വാനിറ്റി മിറർ മാത്രമേ വരുന്നുള്ളൂ. ഗോൾഡ് ഗ്ലൗ ബോക്സ് അല്ല, നോർമൽ ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഗ്ലൗ ബോക്സ് ആണ്. ഡോറിൽ വരുന്ന സ്റ്റോറേജ് സ്പേസ് ആയാലും നല്ല രീതിക്കുള്ള സ്റ്റോറേജ് സ്പേസും ഒരു ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട്. അതല്ലാതെ ഫാബ്രിക് ഒരു മെറ്റീരിയലാണ് നമുക്ക് അവിടെ ഹാൻഡിൽ വരുന്നത്. അതല്ലാതെ ഹാർഡ് പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തേക്കുന്നത്. കീ ഒരു കയ്യിൽ കൊണ്ടിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കീ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ മിറേഴ്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു കാറിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ, മാനുവൽ ഓപ്ഷൻ ഒന്നുമില്ല. അതല്ലാതെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു പോർട്ടും വരുന്നുണ്ട്. അതല്ലാതെ USB ചാർജിങ് പോർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നത്. വയർലെസ് ചാർജിങ് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. അതല്ലാതെ EV മോഡ്, ഡ്രൈവ് മോഡ്. EV മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സ്ലൈഡിങ് ആംറസ്റ്റ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മീൻസ് നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ വെച്ച് പോകാൻ, കാര്യം മാനുവൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഹാൻഡ് റെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതല്ലാതെ റെയറിൽ വരുമ്പോൾ 2 ചാർജിങ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു USB, ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ആ റെയറിലും ഒരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സും റെയർ സീറ്റ്സിന് 2 സൈഡിലും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു വ്യത്യാസം വരുന്നത്. അതല്ലാതെ നമുക്ക് ഈ ഒരു ബേസ് മീൻസ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാറിൽ 15.3 ആണ് മൈലേജ് കാണിച്ചിരിക്കുന്നത്. ആവറേജ് സ്പീഡ് 23 ആണ് കാണിച്ചിരിക്കുന്നത്. 27 ആണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ആവറേജ് നമുക്കൊരു 20 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. ലോങ് പോകുമ്പോൾ നമുക്ക് ഈ ഒരു 27 എന്നുള്ള മൈലേജിലേക്ക് എത്താൻ പറ്റും. അത്രത്തോളം മൈലേജ് ഉണ്ട് ഈ ഒരു കാറിന്. അതുപോലെ ആ സ്ക്രീനിൽ വരുന്ന റെസ്പോൺസൊക്കെ നല്ല രീതിയിൽ ഉള്ള റെസ്പോൺസാണ്. ലാഗോ കാര്യങ്ങളോ ഒന്നും ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണുന്നില്ല. ഈ ഒരു കാറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ 6 എയർബാഗ്സ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ബൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കാറിൻ്റെ പ്രൈസിങ് വരുമ്പോൾ 20,60,000 ആണ് ഓൺ റോഡ് വരുന്നത്. അതല്ലാതെ നമുക്ക് ഓഫേഴ്സ് വരുമ്പോൾ ഇയർ എൻഡിങ്ങിൽ 40,000, അതുപോലെ
എക്സ്റ്റൻഡ് വാറണ്ടി, കോർപ്പറേറ്റ്, അതുപോലെ സ്മൈൽസിൻ്റെ പാക്കേജും അവൈലബിൾ ആണ്. കളേഴ്സും അവൈലബിലിറ്റിയും ബാക്കി കാര്യങ്ങളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.